നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ബീഹാർ പോലീസിൽ നിന്നും CBI സംഘം തെളിവുകൾ ശേഖരിച്ചു. DIG, ഡെപ്യൂട്ടി SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ 2 അംഗ CBI സംഘമാണ് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചത്. അച്യുതൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് CBI ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ 5 കേസുകളാണ് CBI ഇതുമായി ബന്ധപ്പെട്ട ഏറ്റെടുത്തത്. അതിൽ ബീഹാറിൽ 1 കേസും ഗുജറാത്തിൽ 1ഉം രാജസ്ഥാനിൽ 3ഉം കേസുകളാണ് ഏറ്റെടുത്തത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് CBI സംഘം ബീഹാറിലെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. DIG, ഡെപ്യൂട്ടി SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ 2 അംഗ സംഘമാണ് ഈ ബീഹാറിൽ എത്തിയത്. ഇവർ 2 ദിവസം ഇവിടെ തുടരും. കാരണം സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഏതാണ്ട് 18 പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഡൽഹിയിൽ എത്തിച്ച ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ഔപചാരികമായ അന്വേഷണം ഏറ്റെടുത്ത CBI ശാസ്ത്രിനഗർ പോലീസിലെയും ഉദ്യോഗസ്ഥരെയും കാണുകയുണ്ടായി. അവരോട് നേരിട്ട വിശദാംശങ്ങൾ തേടുകയുമുണ്ടായി. ഇനി മറ്റൊന്ന്, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച സമിതിയുടേതാണ്. ആ സമിതി ഉടൻ തന്നെ യോഗം ചേരുമെന്നുള്ളതാണ്. മറ്റ് പലയിടങ്ങളിലും രജിസ്റ്റർ ചെയ്ത കേസുകൾ, ആ കേസുകളുടെ എല്ലാം റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ട് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്താനാണ് സമിതി ഒരുങ്ങുന്നത്. ഇതിന് പുറമെ തന്നെ ഈ അറസ്റ്റിലായവരുടെ ഫോണുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ചില ചാറ്റുകൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ CBIയുടെ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നത്. ചില കൊറിയർ കമ്പനികളും ഇപ്പോൾ CBIയുടെ നിരീക്ഷണത്തിലുണ്ട്. കാരണം വളരെ ലാഘവത്തോടെ ഈ ചോദ്യപേപ്പറുകൾ റിക്ഷ വഴിയെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് തന്നെ ചില കൊറിയർ സ്ഥാപനങ്ങളും ഇപ്പോൾ ഈ CBIയുടെ അന്വേഷണ പരിധിയിൽ വരികയാണ്. എന്തായാലും ഇന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു കർശന നടപടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു അച്യുതൻ. 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്നാണെന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നു. അതൊക്കെ യഥാവിധം നമുക്കറിയിക്കാം. അടുത്തത് കണ്ണൂരിലാണ്. അതുപോലെ സജി വർഗീസ് ചോദിക്കുന്നു, ഈ ഒരു ജോലിയും വേലയില്ലാത്ത ആൾക്കാരാണോ ജില്ലാ സമ്മേളനത്തിൽ? അങ്ങനെയൊന്നും പറയരുത് സജി. അതായത് ഗൂഗിളും ഗ്രൂപ്പ് കമ്പനീസ് എന്ന വിശാലമായ ഒരു വ്യവസായ നെറ്റ്വർക്ക് നടന്ന ഗോകുലം ഗോപാലേട്ടൻ മുതൽ നമ്മുടെ ഏറ്റവും ഒരു സാധാരണക്കാരൻ വരെ പങ്കെടുത്ത വലിയ പരിപാടിയായിരുന്നു ഈ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത്. അതൊക്കെ തൊഴിലും വേലയില്ലാത്ത ആൾക്കാരാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിനെ അടച്ചാക്ഷേപിക്കരുത് കേട്ടോ സജി. ഇപ്പോൾ പറഞ്ഞിരിക്കട്ടെ, ഇനി പറയാതിരിക്കുന്നതാണ് നല്ലത്.